എല്ലാ കൂട്ടുകാർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ സ്മിത. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നന്നാരി സർബത്താണ്. ഈ ചൂടുകാലത്ത് ഏറ്റവും അധികം ആൾക്കാർ കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആയിരിക്കില്ലേ നന്നാരി സർബത്ത്. അപ്പോൾ ഞാനിത് രണ്ട് രീതിയിൽ ചെയ്ത് കാണിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ ഒരു റെസിപ്പി തന്നെ ആയിരിക്കും, എന്നാലും നമ്മുടെ ചാനലിലും വേണമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നന്നാരി സർബത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് നന്നാരി സിറപ്പാണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സിറപ്പാണ്. നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കാണുക, അതുപോലെ ഉണ്ടാക്കി നോക്കുക. നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. കടയിൽ നിന്ന് വാങ്ങണ ആ നന്നാരി സിറപ്പിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിലും കിട്ടും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ വേണ്ടത് നാരങ്ങാ നീരാണ്. ഒരു ഗ്ലാസ് ഉണ്ടാക്കാനായിട്ട് അരമുറി നാരങ്ങയുടെ നീര് മതി കേട്ടോ. പിന്നെ അടുത്തത് സബ്ജ സീഡ്സ് ആണ്. ഇത് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ആവും. അതെല്ലാവർക്കും അറിയണമാണല്ലോ. പിന്നെ വേണ്ടത് പ്ലെയിൻ സോഡയാണ്. അടുത്തത് നന്നായിട്ട് തണുത്ത വെള്ളം. അപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പ്ലെയിൻ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് വേണമെന്നുള്ളവർ ചേർത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ ചേർക്കേണ്ടത് സബ്ജ സീഡ്സ് ആണ്. സബ്ജ സീഡ്സ് നമുക്ക് പുറത്തു നിന്നൊക്കെ ജ്യൂസ് വാങ്ങി കുടിക്കുന്ന സമയത്ത് കിട്ടാറില്ല കേട്ടോ. വീട്ടിലാവുമ്പോൾ നമുക്ക് ഇതും കൂടെ ചേർത്താൽ അത്രയും നല്ലതാണ്. പിന്നെ അടുത്തത് നാരങ്ങാ നീര്. ഇനി ഞാനിവിടെ ഒരു ഗ്ലാസ്സിന് 2 ടേബിൾ സ്പൂൺ നന്നാരി സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നാരങ്ങ നീരിൻ്റെ അളവും അതുപോലെ നന്നാരി സിറപ്പിൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം കേട്ടോ. ചിലവർക്ക് കുറച്ച് പുളിപ്പ് അധികം വേണമെന്നുള്ളവർക്ക് കുറച്ചധികം നാരങ്ങ നീര് ചേർക്കാം. കറക്റ്റായിട്ടുള്ള ഒരു അളവൊന്നും ഇതിലില്ല. ഇനി ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് തണുത്ത വെള്ളം ചേർക്കുകയാണ്. മറ്റൊരു ഗ്ലാസ്സിലേക്ക് സോഡയാണ് ചേർക്കുന്നത്. അപ്പോൾ 2 തരത്തിലാണ് നമുക്ക് ഈ ഒരു നന്നാരി സർബത്ത് കടകളിലൊക്കെ കിട്ടാറല്ലേ. എനിക്കിതിൽ സോഡ ചേർത്ത് കുടിക്കണം ഇഷ്ടം. പക്ഷേ നമ്മുടെ കയ്യിൽ എപ്പോഴും സോഡ വീട്ടിലുണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ തണുത്ത വെള്ളം ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ ഒരു നന്നാരി സർബത്ത് നമുക്ക് വളരെ ഹൈജീനിക്കായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാം. അപ്പോൾ എല്ലാവരും നന്നാരി സിറപ്പ് വീട്ടിലുണ്ടാക്കിയിട്ട് ഇതുപോലെ സർബത്തൊക്കെ ഉണ്ടാക്കി കുടിക്കുക. ഈ ചൂടിന് അത്രയും ആശ്വാസം തരുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.